ഹായ് ഗായ്സ്, വെൽക്കം ടു ഷാൽ സ്റ്റഡീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്രോച്ചസ് ടു പ്രിപ്പയർ ലെസൺ പ്ലാൻ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ലെസൺ പ്ലാൻ എന്താണെന്ന് കണ്ടു. ഈ ലെസൺ പ്ലാൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് അപ്രോച്ചസ് ആണ് നമ്മൾ മെയിനായിട്ട് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ ദ ടു അപ്രോച്ചസ് ആർ ഹെർബേഷ്യൻ അപ്രോച്ച് ആൻഡ് ഇവാലുവേഷൻ അപ്രോച്ച്. ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഹെർബേഷ്യൻ അപ്രോച്ച്. ഹെർബേഷ്യൻ അപ്രോച്ച് കൊണ്ടുവന്നിട്ടുള്ളത് JF ഹെർബർട്ട് ആൻഡ് ഹിസ് അസോസിയേറ്റ്സ്. JF ഹെർബർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോൺ ഫ്രെഡറിച്ച് ഹെർബർട്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സും കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഹെർബേഷ്യൻ അപ്രോച്ച്. ഹെർബർട്ട് എന്ന പേരിനോട് സാമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഹെർബേഷ്യൻ അപ്രോച്ച് എന്ന പേര് വന്നത്. ഈ അപ്രോച്ചിൽ പറയുന്നത് ഒരു ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 6 സ്റ്റെപ്പുകളാണ് വരുന്നത്. പ്രിപ്പറേഷൻ, പ്രസൻറ്റേഷൻ, അസോസിയേഷൻ ആൻഡ് കമ്പാരിസൺ, ജനറലൈസേഷൻ, അപ്ലിക്കേഷൻ ആൻഡ് റീക്യാപിറ്റലൈസേഷൻ. ഇത്രയും സ്റ്റെപ്പുകളിലൂടെ കടന്നു പോയിട്ട് വേണം ഒരു ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സും പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ. സ്റ്റുഡൻസിൻ്റെ മൈൻഡിനെ പ്രിപ്പയർ ചെയ്യുക. ഒരു പുതിയ ടോപ്പിക് എടുക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു പുതിയ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ സ്റ്റുഡൻസിൻ്റെ മൈൻഡിനെ അതിലോട്ട് കൊണ്ടുവരിക. അതിനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ലെസൺ പ്ലാനിൻ്റെ ഫേസസ് പഠിച്ചപ്പോൾ ആദ്യത്തെ സ്റ്റേജായ ഇൻട്രൊഡക്ടറി ഫേസിൽ നമ്മളിത് കണ്ടിരുന്നു. സ്റ്റുഡൻസിന് ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ അവരുടെ മൈൻഡിനൊന്ന് റിഫ്രഷ് ചെയ്തെടുക്കുക. അതുപോലെ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കാര്യമായിട്ട് നമുക്കിതിനെ പിന്നീട് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമേ കുട്ടികളുടെ മൈൻഡിൽ നിന്ന് റിഫ്രഷ് ചെയ്ത് കൊണ്ടുവരിക. അവർക്ക് അറിയുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ നമ്മൾ റിഫ്രഷ് ചെയ്തിട്ട് അവരുടെ മൈൻഡിനെ സെറ്റാക്കുക. അതാണ് ഈ ഒരു സ്റ്റേജിൽ വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ഹൗ ഡസ് ദി പ്രൈസ് ഓഫ് എ ന്യൂ സ്മാർട്ട് ഫോൺ ചേഞ്ച് ഡ്യൂറിങ് ഫെസ്റ്റീവ് സീസൺ? ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ നിന്ന് അവർക്ക് അറിയുന്ന കുറേ കാര്യങ്ങൾ അവർ റിഫ്രഷ് ചെയ്തെടുക്കും. അതുപോലെ ഒരു ഡിസ്കഷൻ നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ കുട്ടികൾക്ക് അറിയുന്ന കുറേ കാര്യങ്ങൾ മീൻസ് റിയൽ ലൈഫ് സിറ്റുവേഷനിലുള്ള കുറേ കാര്യങ്ങൾ ഡിസ്കഷനിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കായിട്ട് പുതിയൊരു കാര്യം കൺസീവ് ചെയ്യാനായിട്ട് റെഡിയാവും. ഇനി നമ്മൾ പുതിയൊരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈനെ കുറിച്ച് അവരോട് പറയുമ്പോൾ അവർക്കത് ഈസിലി മനസ്സിലാക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ക്വസ്റ്റ്യൻ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജ് വരുന്നതാണ് പ്രസൻറ്റേഷൻ. ഈ സ്റ്റേജിലാണ് നമ്മളുടെ ഡെവലപ്മെൻറ്റൽ ഫേസ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ, ഇപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പഠിപ്പിക്കുക ഇൻ ദ സെൻസ് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുകയല്ല. ആക്ടിവിറ്റീസ്, ഡിസ്കഷൻസ്, അതുപോലെ എയ്ഡ്സ് ഇതെല്ലാം യൂസ് ചെയ്ത് അവരെ കൊണ്ട് നമ്മൾ ഈ ഒരു പുതിയ ആശയത്തെ അവരുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ടേംസ്, ഫാക്ട്സ്, കോൺസെപ്റ്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ഒരു സ്റ്റേജിലാണ് അവർക്ക് കിട്ടുന്നത്. എഗെയിൻ നമ്മൾ പറഞ്ഞ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതിവിടെ കൊണ്ടുവരികയാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ആ കോൺസെപ്റ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്താണെന്നുള്ളത് നമ്മൾ അവർക്ക് പഠിപ്പിക്കുകയാണ്. ഓക്കെ, PPT, ഗ്രാഫ്, എയ്ഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ അവർക്ക് പ്രസൻറ്റ് ചെയ്യാണ് ആ കോൺസെപ്റ്റ്. അതാണ് പ്രസൻറ്റേഷൻ സ്റ്റേജിൽ വരുന്നത്. അടുത്ത വരുന്ന സ്റ്റേജാണ് അസോസിയേഷൻ ആൻഡ് കമ്പാരിസൺ. ഈ ഒരു സ്റ്റേജ് ഡെവലപ്മെൻറ്റൽ ഫേസിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ടേംസ്, ഫാക്ട്സ് ഈ കാര്യങ്ങളെല്ലാം ഒറ്റ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരുന്നു അല്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ എല്ലാം നമ്മൾ കമ്പൈൻ ചെയ്യാണ്. മീൻസ് നമ്മൾ എന്താണ് അതിൻ്റെ ഡിഫറൻസ്, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആവുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. നമ്മൾ കമ്പയർ ചെയ്യുന്നു, ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ സ്റ്റേജിൽ ചെയ്യും. അവർക്ക് കൂടുതൽ അസോസിയേഷൻ കമ്പാരിസൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവും. ആ കോൺസെപ്റ്റ് അവർ പല കോൺസെപ്റ്റുകളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, കമ്പയർ ചെയ്യുന്നു. അങ്ങനെ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസൻറ്റേഷൻ സ്റ്റേജിൽ അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ, കോൺസെപ്റ്റുകൾ നമ്മൾ റിയൽ വേൾഡ് സിനാരിയോസിലേക്ക് കണക്ട് ചെയ്യാണ്. മീൻസ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഇൻ ദ മാർക്കറ്റ്. എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് വരുന്നത്? അത് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കൊണ്ടല്ലേ? അങ്ങനെയുള്ള കണക്ഷൻസ് നമ്മൾ സ്ഥാപിക്കുകയാണ്. അതാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ കമ്പാരിസൺ മീൻസ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഇങ്ങനെയായിരുന്നു, മറ്റൊരു ഫോണിൻ്റെ പ്രൈസ് ഇങ്ങനെയാണ്, എന്തുകൊണ്ട്? അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യും. അടുത്ത വരുന്ന സ്റ്റേജാണ് ജനറലൈസേഷൻ. ഓർഗനൈസേഷൻ ഓഫ് ദി കണ്ടന്റ് ഇൻ ദി കോഗ്നിറ്റീവ് സ്ട്രക്ചർ. ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലായി. ഓർ ഇതാണ് നമ്മളവിടെ സ്റ്റേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചൊരു കാര്യം. ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചറിലേക്ക് നമ്മൾ ആ കണ്ടന്റിനെ ഓർഗനൈസ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വെൻ ഡിമാൻഡ് ഇൻക്രീസസ് ആൻഡ് സപ്ലൈ റിമൈൻസ് കോൺസ്റ്റൻറ്റ് പ്രൈസ് ടെൻഡ് ടു റൈസ്. അതാണ് നമ്മൾ അവിടെ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിച്ചൊരു കാര്യം. പറഞ്ഞ കാര്യങ്ങളിൽ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. നമ്മൾ ഈ ക്ലാസ് എടുത്തതിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ ഇതാണ് ആ കുട്ടിക്ക് കിട്ടേണ്ട കാര്യം. അതാണ് ജനറലൈസേഷൻ സ്റ്റേജിൽ നമ്മളവിടെ കുട്ടികൾക്ക് കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് അപ്ലിക്കേഷൻ. ഇവിടെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ശരിക്കുള്ള ഈ കോൺസെപ്റ്റുകൾ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം?
നമ്മളിപ്പോൾ എക്സാമിലൊക്കെ കാണുമ്പോൾ അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് കണ്ടു എന്നൊക്കെ പറയില്ലേ, ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് പഠിച്ചു എന്നതിനേക്കാളും എങ്ങനെ നമുക്കതിനെ അപ്ലൈ ചെയ്യാമെന്ന ഒരു രീതിയിലുള്ള ഡിസ്കഷൻസ് നമ്മൾ കൊണ്ടുവരുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. എഗെയിൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അനലൈസ് ഹൗ എ കമ്പനി ലൈക്ക് ആപ്പിൾ മാനേജ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഫോർ ഇസ് പ്രോഡക്ട്സ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവരത് ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്ലിക്കേഷൻ സ്റ്റേജായി. ഓർ നമുക്ക് സിമ്പിളായിട്ട് ഒരു ആക്ടിവിറ്റി കൊടുക്കുകയാണ്. ഒരു ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അത് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് പറയാം. നെക്സ്റ്റ് വൺ ഈസ് റീക്യാപിറ്റലൈസേഷൻ. ഇവിടെ സിമ്പിളായിട്ട് റിവൈസിങ് സ്റ്റേജാണ് സംഭവിക്കുന്നത്. നമ്മൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി കൊണ്ടുവരികയാണ്. ആ ക്ലാസ്സിൽ നമ്മളെടുത്ത എല്ലാ കാര്യങ്ങളും ഈ ഒരു റിവൈസിങ് സ്റ്റേജിൽ വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹെർബേഷ്യൻ അപ്രോച്ചിൽ വരുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്ന അപ്രോച്ചാണ് ഇവാലുവേഷൻ അപ്രോച്ച്. ബെഞ്ചമിൻ എസ് ബ്ലൂമും അതുപോലെ അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ്സും കൂടെയാണ് ഇവാലുവേഷൻ അപ്രോച്ച് കൊണ്ടുവന്നത്. ഇവാലുവേഷൻ അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ഇൻസ്ട്രക്ഷൻ. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ? ഒരു ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ലെസൺ എടുക്കുമ്പോൾ കുട്ടികൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഒബ്ജക്റ്റീവ്. ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ, ഈ ഒരു ലെസൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇവാലുവേഷൻ അപ്രോച്ചിൽ 3 സ്റ്റേജസ് ആണുള്ളത്. ഫോർമുലേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ് ഇൻ ബിഹേവിയറൽ ടേംസ്, ലേണിംഗ് എക്സ്പീരിയൻസസ്, ഇവാലുവേറ്റിംഗ് ലേണിംഗ് ഔട്ട്കം. ആദ്യത്തെ സ്റ്റേജിൽ പറയുന്നത് നമ്മൾ ഒബ്ജക്റ്റീവ്സ് ബിഹേവിയറൽ ടേംസിൽ ഫോർമുലേറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് നമ്മൾ കറക്റ്റായി, സ്പെസിഫിക്കായി, മെഷറബിളായി ശരിക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. ബിഹേവിയറൽ ടേംസ് എന്ന് പറയുന്നത് ആക്ഷൻസ്, റിയാക്ഷൻസ് ഓർ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് എന്നാണ്. നെക്സ്റ്റ് വൺ ഈസ് ലേണിംഗ് എക്സ്പീരിയൻസസ്. ഇവിടെ നമ്മൾ ആക്ടിവിറ്റീസ്, ഡിസ്കഷൻസ്, ഈ കാര്യങ്ങളെല്ലാം മോഡൽസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള ചാർട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ട്, അത് സ്റ്റുഡൻസിന് മാത്രമെന്ന രീതിയിലല്ല, സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഓക്കെ, ആ രീതിയിൽ ലേണിംഗ് എക്സ്പീരിയൻസസ് കുട്ടികൾക്ക് കൊടുക്കുകയാണ്. ഡിസ്കഷൻ വഴി നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ആ ഒരു സ്റ്റേജാണ് സെക്കൻഡ് സ്റ്റേജിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇവാലുവേറ്റിംഗ് ലേണിംഗ് ഔട്ട്കംസ്. ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നേരത്തെ കണ്ടുവെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് ഔട്ട്കം മീൻസ് ഒബ്ജക്റ്റീവ് ബേസ് ചെയ്തിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാണ്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് സ്റ്റുഡൻസിൻ്റെ ലേണിംഗ് അവിടെ നടന്നിട്ടുണ്ടോ എന്നൊരു നോക്കുന്ന സ്റ്റേജാണ് ഇവിടെ ഇവാലുവേറ്റിംഗ് ലേണിംഗ് ഔട്ട്കം എന്നുള്ള തേർഡ് സ്റ്റേജിൽ കാണുന്നത്. ഈ ഒരു ഇവാലുവേഷൻ അപ്രോച്ചിനെ നമുക്ക് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇതുപോലെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോയിൽ ഹെർബേഷ്യൻ അപ്രോച്ചും ഇവാലുവേഷൻ അപ്രോച്ചും നമ്മൾ കണ്ടത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.